പുതിയൊരു വഴിത്തിരിവ് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സംഭവിച്ചിരിക്കുകയാണ്. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകും എന്ന് ശരത്തും കൂട്ടരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചതായിരുന്നില്ല എന്നതായിരുന്നു സത്യം. കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി കടന്നു വന്നിരിക്കുകയാണ് ഇപ്പോൾ കാവേരി. ശരത്തിനെ ചെന്ന് കാണുന്ന കാവേരി വിചാരിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ തന്നെ നമ്മൾ ഉദ്ദേശിച്ച ഉദ്യമത്തിൽ വിജയിക്കും. അത് എനിക്കുറപ്പുണ്ട്. കാവേരി പറഞ്ഞതൊക്കെ ശരിയാ. കാര്യങ്ങളിപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതുപോലെയാണ് നടക്കുന്നത്. പക്ഷേ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ കൈവിട്ടു പോകുന്നുണ്ട് എന്നതാണ് സത്യം. ശരത്ത് ഇങ്ങനെ നെഗറ്റീവ് ആകാതെ, നമ്മൾ ഒത്തുപിടിച്ചാൽ നടക്കാത്ത കാര്യമുണ്ടോ? അത് ശരത്തിനും അറിയാമല്ലോ. ഞാൻ എന്തൊക്കെ സംഭവിച്ചാലും ശരത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. നമ്മുടെ ജോലി നമ്മൾ കൃത്യമായി നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ശരത് ഈ കാര്യം ആലോചിച്ച് ഒരിക്കലും പേടിക്കേണ്ടതില്ല. കാര്യങ്ങളെല്ലാം ശരിയാകുമെന്നേ. എനിക്കും പ്രതീക്ഷയൊക്കെയുണ്ട് കാര്യങ്ങൾ ശരിയാകും എന്ന്. പക്ഷേ അത് എത്രത്തോളം ശരിയാകും എന്നുള്ള കാര്യം മാത്രമാണ് എനിക്കറിയാത്തത്. എന്തായാലും കാര്യങ്ങൾ അങ്ങ് നടക്കട്ടെ അല്ലേ? അതെ, നമുക്ക് നോക്കാമെന്നേ. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ? ആ വർഷയെ നമ്മൾ രക്ഷപ്പെടാൻ അനുവദിക്കുകയില്ല. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ നമ്മൾ ചെയ്തിരിക്കും. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇപ്പോൾ കാര്യങ്ങളെല്ലാം നമ്മുടെ പരിധിയിലാണ്. അതുപോലെ തന്നെ അങ്ങ് പോയാൽ മതി. പക്ഷേ ഇതേ സമയം ആണ് പുതിയൊരു വഴിത്തിരിവുണ്ടാകുന്നത്. വർഷ സംസാരിച്ചു തുടങ്ങുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം ശിവയെയും അതുപോലെ തന്നെ അഭിയെയും ഞെട്ടിച്ചു കളയുന്നു. ശിവ ഉറക്കെ പറയുകയാണ്, വർഷ സംസാരിച്ചു. എന്ത്? സത്യമാണോ ഇത്? അതെ, ഞാൻ കേട്ടതാ അവൾ പറയുന്നതെല്ലാം. പക്ഷേ ഇപ്പോൾ അവൾ സംസാരിക്കുന്നില്ല. അതെന്താ? വർഷ, ഞങ്ങളെ മനസ്സിലായോ? എന്താ നിൻ്റെ മനസ്സിൽ? നീ കാര്യങ്ങൾ ഞങ്ങളോട് തുറന്നു പറ. ഞങ്ങളെല്ലാവരും നിൻ്റെ കൂടെ തന്നെയുണ്ട് വർഷ. നീ ഒറ്റയ്ക്കല്ല. ഞങ്ങളെല്ലാവരും നിന്നെ സഹായിക്കുന്നതിന് നിൻ്റെ കൂടെയുണ്ട്. അത് ഉറപ്പ് തന്നെയാണ്. എന്തൊക്കെ സംഭവിച്ചാലും ആ കാര്യത്തിലൊരു മാറ്റവുമില്ല. ഈ ബഹളമെല്ലാം കേട്ട് അവിടേക്ക് കടന്നു വരികയാണ് ആരതിയും ശരത്തും. അല്ല, എന്തു പറ്റി? എന്താ സംഭവം? ശരത്തേട്ടാ, ഒരു അത്ഭുതമുണ്ടായി. അത്ഭുതമോ? എന്ത് അത്ഭുതം? മനസ്സിലായില്ല അല്ലേ? ദേ, നമ്മുടെ വർഷ സംസാരിച്ചു. എന്ത്? അതെ, ദേ ശിവയോടെ സംസാരിച്ചത്. ശിവ കേട്ടു കാര്യങ്ങൾ. ഇത് കേട്ട് ആരതി ഞെട്ടിത്തെരിച്ച് നോക്കുകയാണ് ശരത്തിനെ. കാര്യങ്ങൾ കൈവിട്ടു പോയോ എന്ന ചോദ്യം ബാക്കിയാകുന്നു. ഇതോടെ ശരത്, അല്ല, ശിവക്കിനി തോന്നിയത് വല്ലതുമാണോ? അല്ല ശരത്തേട്ടാ, ഞാൻ കേട്ടതാ. അതുകൊണ്ടല്ലേ ഞാൻ ഈ കാര്യം ഇപ്പോൾ പറയുന്നത്. വർഷയിൽ നല്ല മാറ്റമുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ കാര്യം മറ്റു ഡോക്ടർമാരെ അറിയിക്കുകയാണ് വേണ്ടത്. അവരും വന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞതോടെ അത് നല്ലൊരു അഭിപ്രായം തന്നെയാ. എന്തായാലും വർഷയുടെ തിരിച്ചുവരവ് നമുക്ക് ആഘോഷിക്കണം എന്ന് പറഞ്ഞ് ആരതിയെയും വിളിച്ച് അവിടെ നിന്ന് പോവുകയാണ് ഇപ്പോൾ ശരത്. ഇതെങ്ങനെ സംഭവിക്കും? നമ്മൾ അവൾക്കെതിരെ കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കിയതല്ലേ? പിന്നെ എങ്ങനെ അവളിൽ ഈ മാറ്റം വരും? ഒന്നും ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുതന്നെയാ ഞാനും ആലോചിച്ച് കൺഫ്യൂഷനിലായി നിൽക്കുന്നേ. എങ്ങനെയായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുക? നമ്മൾ കൃത്യമായി പ്ലാനുകളെല്ലാം നടപ്പിലാക്കിയതല്ലേ? കാവേരിയും ചെയ്തു. ആ മരുന്ന് കുത്തിവെക്കുകയും ചെയ്തു. എന്നിട്ടും അവളിൽ ഈ മാറ്റമോ? അതങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. ഉടൻ തന്നെ ശരത് റോബിനെ വിളിക്കുകയാണ്. റോബിൻ,
നീ കുത്തിവെച്ച മരുന്ന് വല്ലതും മാറിപ്പോയോ? അതെന്താടാ നീ അങ്ങനെ ചോദിച്ചേ, ഒരു വിശ്വാസമില്ലാത്ത പോലെ? അതല്ലടാ, ഇവിടെ ചെറിയൊരു വഴിത്തിരിവുണ്ടായി. ഏ, വഴിത്തിരിവോ? അതെന്ത്? ആ വർഷ സംസാരിച്ചു. ഇത് കേട്ട് റോബിനാകെ ഞെട്ടി നിൽക്കുകയാണ്. എന്ത്? അവൾ സംസാരിച്ചെന്നോ? അതെങ്ങനെ സംഭവിക്കും? ഞാൻ വന്ന് മരുന്ന് കുത്തിവെച്ചതല്ലേ. അതുകൊണ്ട് തന്നെ അവൾ ഒരിക്കലും സംസാരിക്കാൻ സാധ്യതയില്ല. എന്നാൽ നിന്റെ കണക്കുകൂട്ടൽ തെറ്റിയെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവൾ ആ ശിവയോട് സംസാരിച്ചു. അവളിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട്. നീ കുത്തിവെച്ച മരുന്ന് മാറിയിട്ടുണ്ടോ എന്ന് നീ തന്നെ ഒന്ന് ചെക്ക് ചെയ്യേ. എന്തോ ഒരു മാറ്റം ഇവിടെ നടക്കുന്നുണ്ട്. ഇതോടെ റോബിനാകെ ടെൻഷനാവുകയാണ്. എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ലല്ലോ. ഷേ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. ഇതേ തുടർന്ന് അവർ കാവേരിയെ കാണാനെത്തുകയാണ്. കാവേരി, നീ അറിഞ്ഞോ കാര്യങ്ങൾ? എന്താ, എന്തുപറ്റി? ആ വർഷ സംസാരിച്ചിരിക്കുന്നു. ഇനി അവൾക്ക് ചലനശേഷിയും കൂടി കിട്ടിയാൽ ജീവിതത്തിലേക്ക് തിരികെ വരും. അവൾ അധികം സംസാരിച്ചാൽ നമ്മുടെ പൊയ്മുഖം അഴിഞ്ഞു വീഴും. അതെ, അത് തന്നെയാണ് സത്യം. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റുകയുള്ളൂ. അവളെ തീർക്കുക തന്നെ വേണം. അതേക്കുറിച്ച് ഞാനും ആലോചിക്കുന്നുണ്ട്. പക്ഷേ ആ മരുന്ന് അത് കൊടുത്തപ്പോഴാണ് അവൾക്ക് പിന്നെയും കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ നമ്മൾ അവളുടെ ഓർമ്മശക്തി പോകുന്നതിന് വേണ്ടിയുള്ള മരുന്നുകളല്ലേ കൊടുത്തത്. പിന്നെ എങ്ങനെ ഇങ്ങനെയൊരു മാറ്റം സംഭവിക്കും? ആ ഒരു ചോദ്യമാണ് എന്നെ ഇപ്പോഴും ടെൻഷനിലാക്കുന്നത്. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല. ആരോ ചതിക്കുന്നുണ്ട്, ആ കാര്യം ഉറപ്പാ. ഇത് കേൾക്കുന്ന കാവേരിയാകട്ടെ, ഇതിന് പിന്നിൽ കളിക്കുന്നത് ആരായാലും നമ്മളത് കണ്ടെത്തും. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഞാനും എൻ്റെ രീതിയിൽ അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറഞ്ഞ് അവൾ എസ്കേപ്പായതോടെ കാവേരി തന്നെയാണ് ഈ ചതിക്ക് പിന്നിൽ എന്ന് ശരത്ത് ഉറപ്പിക്കുകയാണ്. അവൾ മരുന്ന് മാറ്റി കുത്തിവെച്ച് ഇപ്പോൾ അവരെ സഹായിക്കുകയാണ്. അതിന് പിന്നിലെ സത്യം എന്താണ്? എന്തിനാണ് അവൾ നമ്മളെ ചതിക്കുന്നത്? അതിനുള്ള എന്ത് ദേഷ്യമാണ് അവൾക്കുള്ളത്? മുതലായ ചോദ്യങ്ങൾ മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് ഇപ്പോൾ. പക്ഷേ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്നതായിരുന്നു സത്യം. ഇതേ സമയം വിവേകും കുതിച്ചെത്തുകയാണ് വർഷയെ കാണുന്നതിന്. വർഷയിൽ ഉണ്ടായ മാറ്റങ്ങൾ വളരെ ഗംഭീരമാണ്. എനിക്ക് പ്രതീക്ഷയുണ്ട്, ഇനി അധികം വൈകാതെ തന്നെ അവൾ ജീവിതത്തിലേക്ക് മടങ്ങി എത്തും എന്ന്. ആ ഒരു ദിവസത്തിനായാണ് ഞാൻ കാത്തിരിക്കുന്നത്. അതേ വിവേകേട്ട, അങ്ങനെ തന്നെ സംഭവിക്കും, എനിക്കുറപ്പുണ്ട്, ശിവ പറയുകയാണ്. ഇപ്പോൾ അവൾ ചെറുതായൊന്ന് സംസാരിച്ചു. പണ്ട് കൈ അനക്കി. ഇതൊക്കെ ഇങ്ങനെ മുന്നിലേക്ക് പോയാൽ എനിക്കുറപ്പാ അവൾ എഴുന്നേറ്റ് നിന്ന് നമ്മുടെ പേരെല്ലാം വിളിച്ച് സംസാരിച്ച് പഴയ കാര്യങ്ങൾ പോലെ എല്ലാം ശരിയാകും. എനിക്കും അങ്ങനെയുള്ള പ്രതീക്ഷയുണ്ട്. ഇതേ സമയം അവിടേക്ക് കടന്നു വരുന്ന ശരത്താകട്ടെ, ശിവ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ ഉടൻ സംഭവിക്കട്ടെ. എന്നാലല്ലേ എനിക്കിപ്പോൾ വർഷയുടെയും അതുപോലെ തന്നെ ശരത്തിൻ്റെയും വിവേകിൻ്റെയും വിവാഹം കാണാൻ സാധിക്കുകയുള്ളൂ. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. വിവാഹത്തിൻ്റെ കാര്യമല്ല ശരത്, എനിക്കിപ്പോൾ അവൾ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തണമെന്നുള്ള ഒറ്റ ആഗ്രഹം മാത്രമാണ്. അവളെ ഇത്രയും നാൾ പിരിഞ്ഞിരുന്നപ്പോൾ ആ ഒരു വിഷമം എൻ്റെ മനസ്സിലേക്ക് കയറി വരികയും എത്ര എന്നെ വേദനിപ്പിച്ചു എന്ന് നിങ്ങളോട് പറയാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അത്രത്തോളം ഞാൻ അവളെ മിസ് ചെയ്യുന്നുണ്ട്. അധികം വൈകാതെ തന്നെ അവളെൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരണം എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഇതോടെ വിവേകിനെ ആശ്വസിപ്പിക്കുകയാണ് ശരത്.
എല്ലാം ശരിയാകുമിട. ആ കാര്യത്തിൽ ഒരു സംശയവും ഇനി നിനക്ക് വേണ്ട. ഞങ്ങളെല്ലാവരും നിന്റെ കൂടെ തന്നെയുണ്ട്. നമ്മൾ തിരിച്ചു പിടിക്കും നമ്മുടെ വർഷയെ എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയാണ് വിവേകിനെ. പക്ഷേ ഇതേ സമയം തൻ്റെ അന്വേഷണവുമായി മുന്നിലേക്ക് പോകുന്ന നിരഞ്ജനയ്ക്ക് കൃത്യമായ തെളിവുകൾ ലഭിച്ചിരിക്കുകയാണ്. ഈ മയക്കുമരുന്ന് മാഫിയ സംഘത്തിൻ്റെ തലവൻ ശരത് തന്നെയാണ് എന്ന് ഒടുവിൽ വീണ്ടും ഉറപ്പിക്കുകയാണ് അവർ ഇപ്പോൾ. കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.